എവിടേക്കാ കുറിയൊക്കെ തൊട്ടിട്ട് പോവാൻ നിൽക്കണത്? എവിടേക്കാ? കാറിൽ കറങ്ങാൻ പോവാണോ കുട്ടി? ആണോ? കാറിൽ പോവാൻ നിൽക്കുകയാണോ കറങ്ങാൻ? എവിടേക്കാ പോണത്? ചേച്ചിനെ കൊണ്ടുപോകോ കുട്ടി? എവിടേക്കാ കറങ്ങാൻ പോണത്? ഏ എവിടേക്കാ എവിടേക്കാ പോവാണത്? ചേച്ചിനെ കൊണ്ടുപോകോ? സുന്ദരനായിട്ട് കുറിയൊക്കെ തൊട്ടിട്ട് ഊബിക്കുറിയൊക്കെ തൊട്ടിട്ട് എവിടേക്കാ പോണത്? കാറിൽ പോവാ നമുക്ക്. വരൂ പോവാ, വരൂ, വാ പോവാ. എണീക്ക് ഇവിടെ കിടന്ന് എങ്ങനെ പോവാ? എണീക്കണ അറിയാലേ, അച്ഛൻ വന്നിട്ട് കാർ എടുത്തിട്ടാണ് ഈ നീക്കേണ്ട കാര്യമുള്ളൂന്ന് അല്ലേ? അല്ലേ മടിയാ? വരൂ, പോവാ. അതാ അച്ഛൻ ആർത്തി വരൂ. പൂപ്പിക്കുട്ടൻ പോവുകയാണോ ടാറ്റ? കറങ്ങാൻ പോവാ കാറില് അല്ലേ? കറങ്ങാൻ പോവല്ലേ കാറില്? പോവാ. അപ്പോൾ പൂപ്പിക്കുട്ടനെ വാക്സിൻ എടുക്കാനാണ് കേട്ടോ ഈ പോക്ക്. ആൾക്ക് കാറിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്ത് കൂടെ ഈ നായ്ക്കളും അങ്ങനെയൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾ വൈലൻ്റ് ആവും. അപ്പോൾ ഭയങ്കര വെപ്രാളമൊക്കെ കാണിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും പുറത്തത്തെ. ഇടയ്ക്ക് അച്ഛൻ്റെ മടിക്ക് ചാടി കയറാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ അവനങ്ങനെ ഇരിക്കും കാറിൽ പോകുമ്പോൾ. ഇടയ്ക്ക് ബാക്ക് സീറ്റിലേക്ക് ചാടി കയറി അവിടെ വന്നിരിക്കും കുറച്ച് നേരം താഴെ കിടക്കും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ വണ്ടിയിലുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കൊല്ലത്തെ വാക്സിൻ എടുക്കാൻ വിചാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സാധാരണ അവനങ്ങനെ വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ചെന്ന് പിടിച്ചു കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അറിയാറും കൂടി ഇല്ല അവൻ. സാധാരണ അവിടെ ചെന്നാൽ ഞങ്ങളിങ്ങനെ എടുത്ത് നിൽക്കുക ചെയ്യാറ്. അവനെ അവിടെ കൂട്ടിലിടാനും സമ്മതിക്കാറില്ല. അവർ ഡോക്ടർ കൂട്ടിലിടാനൊക്കെ പറയും. പക്ഷേ അവിടെ ഒരുപാട് അനിമൽസ് വരുന്നതല്ല, ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൂട്ടിലിടാറില്ല. ഞാനോ അച്ഛനോ അങ്ങനെ എടുത്ത് നിൽക്കും. അവനെ സാധാരണ വാക്സിൻ എടുക്കുന്നത് അറിയില്ല. ഇന്നിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല, നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ ഏകദേശം അവിടെ എത്താറായിരുന്നു. അപ്പോൾ അവന് ആരുടെ അടുത്തിരിക്കണം, അമ്മയുടെ അടുത്തിരിക്കണോ അച്ഛൻ്റെ അടുത്തിരിക്കണോ എന്നുള്ള വെപ്രാളമാണ്. ഞാൻ ബാക്കിൽ പിടിച്ചിരുത്തണം തന്നെയാണ് തോന്നുന്നു. ബാക്കിൽ അവന് അങ്ങനെ വിടാൻ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ റോഡൊക്കെ അറിയാലോ, നല്ല റോഡായതുകൊണ്ട് അവനവിടെ ഇരിക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല. അതാണ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് വീഴാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അവനവിടെ അപ്പുറത്ത് വേറെയും കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ കണ്ടിട്ട് ചാടി ഇറങ്ങണം എന്നുണ്ടെന്ന ആൾക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഡോക്ടർ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ എടുക്കണം. കുറച്ച് സമയമാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അപ്പുറത്ത് കൂട്ടിലൊരു ഡോഗ് ഉണ്ടായിരുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് എന്തൊക്കെയോ അവരുടേതായ ഭാഷയിൽ സംസാരിക്കണമൊക്കെ ഉണ്ടായിരുന്നു. എന്താണാവോ, എടാ നമ്മൾ കുടുങ്ങിയെന്നിട്ടേ ആയിരിക്കും. അങ്ങനെ ഡോക്ടർ വന്നപ്പോൾ ഞാൻ എടുത്ത് പുറത്തിറങ്ങി. അപ്പോൾ ഇതിപ്പോൾ സാധാരണ പോലെ തന്നെ കൂട്ടിലിടാനൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അങ്ങനെ കൂട്ടിലിട്ടില്ല. ഞങ്ങൾ പിടിച്ച് നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം പിടിച്ച് നിന്നു. പക്ഷേ ഇപ്പം എന്താണാവോ ആകപ്പാടെ വെപ്രാളം. കൂട്ടിക്കിടണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് എന്തുകൊണ്ടാണെന്നറിയില്ല, അവിടേക്കൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. ആകപ്പാടെ എന്നൊരു വെപ്രാളത്തിലായിരുന്നു. സാധാരണ അവനെക്കൊണ്ട് അങ്ങനെ വാക്സിൻ എടുക്കാൻ വരുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. പിന്നെ അവനേക്ക് എടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ വേദനിക്കുക. അപ്പോൾ അച്ഛനെടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെടുത്ത് നോക്കി. എന്നിട്ടും അവൻ അവരെ കണ്ടപ്പോൾ ആകെ വെപ്രാളമൊക്കെ ആയി, സമ്മതിച്ചില്ല. പിന്നെ വാക്സിൻ എടുക്കണ വീഡിയോ കിട്ടിയില്ല. കാരണം അമ്മ പറഞ്ഞ് കരയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആശ്വസിപ്പിക്കാൻ നിന്നിട്ട് വാക്സിൻ എടുക്കണ വീഡിയോ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുത്തിട്ട് തിരിച്ചു പോന്നു. പിന്നെ വണ്ടി കയറിയപ്പോൾ പിന്നെ അവന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള പോലെ ചിരിച്ചിരിക്കുകയായിരുന്നു. കാറിൽ കയറിയ പിന്നെ എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അവന്. നമ്മുടെ മടിയിലിരിക്കണോ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണോ അവൻ ഡ്രൈവ് ചെയ്യണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസാണ് അവന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു.